ഇപ്പോൾ തൃശ്ശൂരിൽ ജുവലറിയിൽ തെളിവെടുപ്പ് നടത്താനായിട്ട് വേടനെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വനംവകുപ്പിൻ്റെ വാഹനത്തിലാണ് വേടൻ ഇപ്പോൾ ഉള്ളത്. ലോക്കറ്റ് പണിയിപ്പിച്ചത് തൃശ്ശൂരിലെ ജുവലറിയിൽ വെച്ചാണ്. ഇന്നലെ ജുവലറിക്കാരൻ അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അവിടേക്ക് വേടനെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോടനാട്ടിൽ നിന്നും ഇറക്കി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ജെയ്സൺ ചവളപ്പിലുണ്ട് നമുക്കപ്പം. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. രാവിലെ തന്നെ കൊണ്ടുവന്നു അല്ലേ വേടനെ? എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് നമുക്കൊന്ന് അരുൺകുമാർ ഇപ്പോൾ വേടനെ വിയൂരെത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തെളിവെടുപ്പിനെ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. കടയിലകത്തേക്ക് ഈ വെള്ളി കെട്ടിയ കടയുടെ അകത്തേക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ കൊണ്ടുപോകുന്നുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് 8 മാസങ്ങൾക്ക് മുമ്പാണ് വേടൻ പുലിനഖം വെള്ളി കെട്ടുന്നതിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നത്. വേടനല്ല കൊണ്ടുവന്നത്, വേടൻ്റെ സുഹൃത്തായിരുന്നു കൊണ്ടുവന്നത്. പിന്നീട് അത് വാങ്ങാൻ വേടൻ വന്നുവെന്നാണ് ഇന്നലെ ഈ കടയുടമയായ സന്തോഷ് നമ്മോട് പറഞ്ഞത്. രാവിലെ 10 മണിയോടുകൂടി തെളിവെടുപ്പിന് എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും നേരത്തെ തന്നെ ആ നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വേടനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുള്ളത് കൊണ്ടായിരിക്കാം നേരത്തെ തന്നെ എത്തിയത്. ഇപ്പോൾ ആ നിർമ്മാണശാലയുടെ അകത്തേക്ക് വേടനെയും കൊണ്ടുപോയിരിക്കുകയാണ്. 8 മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നപ്പോൾ ഇത് പുലിനഖം ആണ് എന്ന ധാരണ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇന്നലെ ഇതിൻ്റെ ഉടമയായ സന്തോഷ് നമ്മോട് വ്യക്തമാക്കിയത്. ഇതുപോലെ നിരവധി സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കൊണ്ടുവരാറുണ്ട്, ഫൈബറിൻ്റെ കൊണ്ടുവരാറുണ്ട്. അത്തരത്തിലൊരു പുലിനഖം പോലെ തോന്നിക്കുന്ന ഒന്നാണ് എന്നാണ് കരുതിയത്. പക്ഷേ ഇത് വേടനാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് പോലും, അല്ലെങ്കിൽ ഇത് വേടന് വേണ്ടിയാണെന്ന് പോലും ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല. ഇത് വാങ്ങിക്കാൻ വന്നതിന് ശേഷം, തിരിച്ചു പോയതിന് ശേഷമാണ് അത് വേടനാണ് എന്ന കാര്യം ഈ കടയുടമയ്ക്ക് അറിയുന്നത്. ഏതായാലും 1000 രൂപയിൽ താഴെ മാത്രമേ ഇതിൻ്റെ നിർമ്മാണ ചെലവ്, വെള്ളി കെട്ടുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ ചെലവ് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇന്നലെ കടയുടമയായ സന്തോഷ് നമ്മോട് വ്യക്തമാക്കിയത്. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. ഏകദേശം 5-ലധികം വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വേടൻ എന്താണ് ഇവിടെ ഈ നിർമ്മാതാവായ സന്തോഷിനോട് ചോദിച്ചറിയുകയാണ്. എത്ര രൂപ നൽകി, എത്ര രൂപയാണ് ഇതിന് നിർമ്മാണ ചെലവ്, എന്താണ്? സാധാരണ ജുവലറിക്കാരനാണ്, സ്വർണ്ണപ്പണിക്കാരനാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഈ സന്തോഷിന് ഈ വേടനുമായിട്ട് എന്തെങ്കിലും അടുത്ത പരിചയം? തീർച്ചയായും വളരെ ഇല്ല. ഇന്നലെ വേടൻ ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷ് വ്യക്തമാക്കിയത് ഈ വേടൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അതാരാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സന്തോഷിന് ഓർമ്മയില്ല. സന്തോഷിന് നേരിട്ടൊരു പരിചയമില്ല. ഇത്തരത്തിൽ ചെറിയൊരു നിർമ്മാണശാലയാണ് സരസ ജ്വല്ലറി ആൻഡ് വർക്ക്സ് എന്ന് പറയുന്ന ഒരു കൃത്യമായൊരു ബോർഡ് പോലുമില്ലാത്ത, പഴയ ബോർഡ് തന്നെ പകുതി കത്തിപ്പോയ ഒരു നിർമ്മാണശാലയാണ്. അത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെറിയ തോതിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെയും ഈ സ്വർണ്ണാഭരണങ്ങൾ ചെറിയ തോതിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ്. അതുകൊണ്ട് തന്നെ സന്തോഷിൻ്റെ അടുത്തേക്ക് ഇതിന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ് വേടൻ്റെ വീട്. നാം ഇന്നലെ വീട്ടിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനുമൊക്കെ സംസാരിച്ചിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് വീട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള ഒരു ചെറിയ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വെള്ളി കെട്ടാൻ, അതും സ്വർണ്ണമല്ല വെള്ളി കെട്ടാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് കൊടുക്കുന്നു. വേടൻ്റെ ഒരു സുഹൃത്ത് ആണ് ആദ്യം വന്നത് കൊടുക്കുന്നത്. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം വേടൻ സുഹൃത്തിനൊപ്പം വന്ന് വേടൻ നേരിട്ടത് വാങ്ങിക്കുകയായിരുന്നു എന്നാണ് സന്തോഷ് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനകത്ത് അസ്വാഭാവികമായ ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇതിന് ഏറ്റവും രസകരമായൊരു കാര്യം, വേടൻ ഇന്നലെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, എനിക്ക് ആ സ്ഥാപനത്തിൻ്റെ പേരറിയില്ല, ഞാൻ അവിടെ നേരിട്ട് പോയി നമുക്ക് കാണിച്ചു തരാമെന്നാണ്. അതിനർത്ഥം അത്രയേറെ വലിയ നിർമ്മാണശാലയിൽ ഒരു ബോർഡ് പോലും കൃത്യമായി വെക്കാത്ത ഒരു നിർമ്മാണശാല, വളരെ സാധാരണക്കാരായ സ്വർണ്ണാഭരണം അതുപോലെ തന്നെ വെള്ളിയാഭരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു ചെറിയ കട. അതുകൊണ്ടാണ് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വേടൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നാം തന്നെ ഇന്നലെ വന്നത് കണ്ടെത്താൻ ഒരുപാട് പണിപ്പെട്ടു. ഇതിൻ്റെ അടുത്തുള്ള വെള്ളിക്കടകളിലൊക്കെ നമ്മൾ കയറിയെങ്കിലും അതൊന്നും കണ്ടില്ല. അവസാനമാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നതും സന്തോഷിൻ്റെ പ്രതികരണം എടുക്കുന്നതും. ഇതിനകത്ത് അസ്വാഭാവികമായി ഒന്നുമില്ല എന്നതാണ് സന്തോഷിൻ്റെ നിലപാട്. ഇത്തരത്തിലുള്ള നിരവധി സാധനങ്ങൾ വെള്ളിയും സ്വർണ്ണവും കെട്ടാൻ കൊണ്ടുവരാറുണ്ട്. പലതും ഫൈബറിൻ്റേതുണ്ടാകാറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ പല രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ആശങ്കയോ അസ്വാഭാവികതയോ ഒന്നും തോന്നിയില്ല. സ്വാഭാവികമായിട്ട് ഒരാൾ കൊണ്ടുവരുന്നു, വെള്ളി കെട്ടുന്നു, അത് വെള്ളി കെട്ടി
അതിനുശേഷം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം 1000 രൂപയിൽ താഴെ മാത്രമേ അതിന് നിർമ്മാണ ചെലവായുള്ളൂ. അത് തന്ന് വേടൻ സുഹൃത്തും തിരിച്ചുപോയി എന്നതാണ് പറഞ്ഞത്. വേടൻ മറ്റെന്തെങ്കിലും ആ ഘട്ടത്തിൽ സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്നലെ സന്തോഷ് വ്യക്തമാക്കിയത്. ഇപ്പോൾ തെളിവെടുപ്പ് തുടർന്നുകൊണ്ട് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേടൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ്. അവരുടെ വീട്ടുകാരുടെ പ്രതികരണമൊക്കെ തേടാൻ നാം കുറേ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ ഒരു പ്രതികരണത്തിനൊന്നും ഇപ്പോൾ ഇല്ല എന്നതാണ്. വളരെ സാധാരണക്കാരായ ആളുകളാണ്, ഒരു ഡിപ്ലോമസി ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അവർ പറഞ്ഞത് അങ്ങനെ ഒരു മാധ്യമങ്ങൾ നാം ഇന്നലെ സഹോദരനോട് ചോദിച്ചപ്പോൾ വേടൻ്റെ അച്ഛനും അതുപോലെ തന്നെ വേടൻ്റെ സഹോദരനും സഹോദരിയുടെ മക്കളും ആണ് ആ വീട്ടിലുള്ളത് എന്നാണ് പറഞ്ഞത്. നമ്മൾ വീടിനകത്ത് കാര്യമില്ല, പുറത്തേക്ക് സഹോദരൻ വന്ന് പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. അമ്മ ഇല്ല എന്നാണ് പറഞ്ഞത്, സഹോദരൻ പറഞ്ഞത്. അച്ഛൻ പുറത്ത് കൂലിപ്പണിക്ക് പോകുന്നു എന്നതാണ് ഇന്നലെ സഹോദരൻ നമ്മോട് വ്യക്തമാക്കിയത്. ഇപ്പോഴും വീട്ടിൽ വെറുതെ ഇരുന്ന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ടി വിയൊക്കെ കാണാനായിട്ട് ഇന്നലെ ആളുടെ സഹോദരൻ പറഞ്ഞത് വളരെ ടെൻഷനാണ് ഇങ്ങനെ ടി വിയും കാണും, കാരണം നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് പണിക്ക് പോയി എന്നതാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെ സഹോദരനുണ്ട്, സഹോദരിയുടെ മക്കളും ആ വീട്ടിലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ വിയ്യൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് ആദ്യം താമസിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഒരു വില്ലയിലേക്ക് മാറിയിട്ടുണ്ട്. ആ വില്ലയിൽ വേടൻ്റെ നായയൊക്കെ ഉണ്ട്. നമ്മൾ ചെന്നപ്പോൾ നായയൊക്കെ പുറത്തേക്ക് ചാടി വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ വേടൻ്റെ ദൃശ്യങ്ങളിലും ഫോട്ടോയിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു നായയുണ്ട്. ആ നായ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അങ്ങനെ വളരെ ശാന്തമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. സ്വാഭാവികമായും വേടൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഈ സംഭവം ഉണ്ടായി അന്ന് വീട്ടിലേക്ക് വരുമെന്ന് അവിടെ സഹോദരൻ പറഞ്ഞിരുന്നു. എവിടേക്ക് വരേണ്ടതായിരുന്നു, പക്ഷേ പിന്നീട് എന്തോ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്, ഡിസ്കഷനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരാതിരുന്നത് എന്നാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മോട് വ്യക്തമാക്കിയത്. ആ രീതിയിൽ വളരെ ഈ പരിപാടികളെ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തുന്ന രീതിയാണ് വേടനുള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു പുലിനഖം കിട്ടിയ പുലിനഖം വേണമെങ്കിൽ വേടനൊരു സ്വർണം കൊണ്ട് കെട്ടാമായിരുന്നു, പക്ഷെ അത് വെള്ളി കൊണ്ടാണ് കെട്ടിയത്. ആ വെള്ളി കെട്ടുന്നതിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരു ചെറിയ ഒരു ആഭരണശാല നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊന്നും വലിയ ഗൂഢാലോചനയോടുകൂടി ഏതെങ്കിലും പുലിയെ പിടിച്ച് ഹണ്ട് ചെയ്ത് വേടൻ കൊണ്ടുവന്ന് അതിൻ്റെ പുലിപ്പല്ലെടുത്ത് കെട്ടി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കിപ്പോൾ വേടൻ പറയുന്നതേ വിശ്വസിക്കേ തരമുള്ളൂ. അദ്ദേഹത്തിനൊരു ഫാൻ കൊടുത്തൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള പുലിനഖമാണോ എന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇത് വെള്ളി കെട്ടാൻ തീരുമാനിച്ചു. തൊട്ടടുത്തുള്ളൊരു കൊച്ചു ജുവലറിയിൽ കൊണ്ടുവന്നു. ആ ജുവലറിയുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വാർത്തയായിട്ട് അത് മാറുകയും ചെയ്തു. ഇതുവരെ എനിക്കൊന്ന് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഒരു സാധാരണ ജുവലറി, അതിൻ്റെ ബോർഡ് പോലും ശരിയാക്കാനുള്ള ത്രാണി ആ ജുവലറി ഉടമയ്ക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും വളരെ നന്നായിട്ട് ആ വെള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു. 8 മാസം മുമ്പാണ് ഈ സംഭവം, അല്ലേ ജെയ്സൺ? അതെ, നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ദൃശ്യം കാണിക്കാം എന്ന് തോന്നുന്നു. ഒരല്പം വൈഡ് വെച്ചാൽ സ്ഥാപനം, അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇപ്പോൾ ആ ബോർഡ് ഒന്ന് കാണിച്ച് നോക്കിയാൽ ബോർഡ് ഏതാണ്ട് കാണാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിൻ്റെ ബോർഡിൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നു. അത് പകുതി കീറിയും പോയിരിക്കുന്നു. അത്തരത്തിലൊരു ആഭരണശാലയാണത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടീവ്. നിരവധി സാധനങ്ങൾ ഈ അടുത്ത് പരിചയമുള്ള ആളുകളൊക്കെയും കൊണ്ടുവരുന്നതാണ്. അത്തരത്തിൽ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നു. അതിനൊരു 1000 രൂപയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, സന്തോഷ് പറഞ്ഞത് 1000 രൂപ മാത്രമാണ് ഇതിന് ചെലവ് വന്നത് എന്നാണ്. ഇപ്പോഴകത്ത് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക, പോന്നു എന്നുള്ളതിനപ്പുറം അവിടെ തെളിവൊന്നും അവശേഷിക്കുന്നില്ലല്ലോ. ആകെ ഉണ്ടായിരുന്ന ഒരു പുലിപ്പല്ലാണ്. ആ പുലിപ്പല്ലാണ് ഇപ്പോൾ പുലിവാലായത്. എന്തായാലും ഈ കാര്യത്തിൽ ജെയ്സൺ, നമ്മുടെ മറ്റൊരു വാർത്ത വരുന്നുണ്ടല്ലോ. നമ്മുടെ കേസ് ഇതേപോലെ സുരേഷ് ഗോപി 2 പുലിപ്പല്ല് ദേഹത്തിട്ടിട്ടുണ്ട് എന്നൊരു പ്രതികരണം ഇന്നലെ വന്നിരുന്നു, പരാതി ഇന്നലെ വന്നിരുന്നു. യഥാർത്ഥത്തിൽ അത് ഒറിജിനൽ തന്നെ അല്ല, അത് ഒറിജിനലാണോ എന്ന സംശയ നിവാരണം തീർക്കണമെന്നതാണ് കോൺഗ്രസിൻ്റെ നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാഷിം നൽകിയിരിക്കുന്ന പരാതി, DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിലുള്ളത്. സുരേഷ് ഗോപി കണ്ണൂർ തളി ക്ഷേത്രത്തിലൊക്കെ, കണ്ണൂരിലെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം നടന്ന പ്രദക്ഷിണത്തിൽ ഷർട്ട് ധരിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുലിനഖം എന്ന് സംശയിക്കുന്ന ഒന്ന് ഉണ്ടായിരുന്നു.
ഇത് പരിശോധിച്ച് ഇതിന് സംശയ നിവാരണം വരുത്തണം, പുലിനഖമാണെങ്കിൽ കേസെടുക്കുമെന്നതാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ ഹഷീം ഇത് സംബന്ധിച്ചൊരു പരാതി DGPക്ക് നൽകിയിരിക്കുന്നത്. ഇനി നിരവധി പുലിനഖങ്ങളും സിംഹത്തിൻ്റെ കൊമ്പും വാലൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിയമവിരുദ്ധമാണെങ്കിൽ പോലും ആനയുടെയും അതുപോലെ തന്നെ പുലിയുടെയും ഒക്കെ നഖങ്ങളും കൊമ്പുമൊക്കെ പല രീതിയിലും ആളുകൾ ശരീരത്തിൽ ധരിക്കാറുണ്ട്. ഇനി ഇത്തരത്തിൽ ഇതൊരു വലിയ വിഷയമായി ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും അധികം പരാതികൾ വരാൻ സാധ്യതയുള്ളത് പുലിനഖവും ആനക്കൊമ്പും പുലിനഖമോ പുലിപ്പല്ലോ ഒക്കെയുള്ള ലോക്കറ്റൊക്കെ ധരിച്ച ആളുകളാണെങ്കിൽ ഇനി ഷർട്ടിടാതെ പുറത്തിറങ്ങാനുള്ള സാധ്യത കുറയും. ഒന്ന്, ഇനി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും പുറത്തിറങ്ങാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. ഇത് വ്യാജമാണോ പുലിപ്പല്ല് എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിലുള്ള പ്രശ്നം. അതെന്തുമാകട്ടെ, അത് അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. പക്ഷേ വേടൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം തൃശ്ശൂരിൽ സരസ ജുവലറിയിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ്.